ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈമൽ പവർ മീഡിയ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പുഷ്പ 2 എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ സിനിമ 3 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. ഭയങ്കര ലെങ്തായിപ്പോയി സിനിമേൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, രസമുണ്ട്. എന്നാൽ പുഷ്പ ഫസ്റ്റ് കണ്ടിട്ട് വരുന്ന ഒരാൾക്കാർക്ക് ഈ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ടച്ച് വരുന്ന പോലെ ഒരു ഫീലിങ്സൊക്കെ വരും. ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും സിനിമേൻ്റെ ലെവലൊക്കെ ഒന്ന് മാറും. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അല്ലു അർജുൻ്റെ ലുക്ക് മഹാബോറായിരുന്നു. സൗണ്ട് ഡയലോഗ്സൊക്കെ കുഴപ്പമില്ല. ഡാൻസും ഫൈറ്റും സൂപ്പറാണ്. ഡാൻസും ഫൈറ്റാണ് ഏറ്റവും അടിപൊളി. പിന്നെ സിനിമേൻ്റെ നമ്മളെ ഫഹദ് ഫാസിൽ ഒരു കോമാളി പോലെ ഒരു ഓവർ ആക്ടിങ് ആയിരുന്നു. ഭയങ്കര ബോറായിപ്പോയി. എന്ന് വെച്ചാൽ അവന് ഒരു ഫഹദ് ഫാസിലിനെ ആ കൂടി ഇല്ലാണ്ടാക്കി ഈ സംവിധായകൻ, അങ്ങനെ പറയണം, അത്രക്ക് ബോറായിപ്പോയി. പിന്നെ അതുപോലെ രശ്മിക മദന, ഒരു രക്ഷയില്ല. എന്തൊരു വെറുപ്പിക്കൽ, എന്തൊരു ബോറായിരുന്നു രശ്മിക മദന. സൈക്കൂല. അല്ലു അർജുൻ ഒരു മുറുക്കാനും ചവച്ചിട്ട് ഇങ്ങനെ സംസാരം, മഹാബോറ് ഡയലോഗുകളായിരുന്നു. ഒരു രസം എനിക്ക് തോന്നിയില്ല. പിന്നെ അതുപോലെ അടിയൊക്കെ അടിപൊളി അടിയാണ്. അടി ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിരിക്കുന്നത്. ഒരു സിനിമ ലാഗും അടിക്കുന്നുണ്ട്, ഇടയിൽ കൂടെ രസമുണ്ട്. ചില സമയത്ത് നമുക്ക് അങ്ങനെ ബോറടിക്കണില്ല. ചില സമയത്തിൽ ഒരു വൃത്തിയായിട്ട ലാഗിങ് ഉണ്ട്. പക്ഷേ സിനിമ അങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 3 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ സിനിമ ബോറടിപ്പിക്കുന്നില്ല, അങ്ങനെ കണ്ടിരിക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് ചില വൃത്തികെട്ട ലാഗിങ്ങും ഉണ്ട്. പക്ഷേ രസമുണ്ട്. അടിപൊളിയാണ്. ഡാൻസും അടിപൊളിയാണ്. പിന്നെ പാട്ട് ആ കിസ് എന്ന് പറഞ്ഞ പാട്ട് മാത്രം അടിപൊളി പാട്ടാണ്. ബാക്കിയുള്ള പാട്ടുകളൊന്നും പോരാ, പക്ഷേ അതിൻ്റെ മ്യൂസിക്കും BGM ഒക്കെ അടിപൊളിയാണ്. പിന്നെ സിനിമേൻ്റെ സൗണ്ട് സിസ്റ്റം ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. വിഷ്വൽസൊക്കെ സൂപ്പറായിരുന്നു. VFX ചില ഭാഗങ്ങളൊക്കെ ചില പോരായ്മകളൊക്കെ ഉണ്ട്. ഷിഖാവത്ത് സാറിൻ്റെ ചന്തത്തിൻ്റെ മുകളിലൂടെ അങ്ങനെ പറക്കുന്ന സീന്, അതുപോലെ നദി കൂടെ ലോറി പോകുന്ന ഒരു സീനൊക്കെ മഹാബോറായിരുന്നു. പിന്നെ സിനിമ കഴിഞ്ഞ് വന്ന് 2-3 തവണയൊക്കെ നമുക്ക് തോന്നും. പിന്നെയും ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിരുന്നു. ഒരു ലാസ്റ്റ് ഒരു കുടുംബസ്നേഹം വരലും കഥേൻ്റെ ഉള്ളിലൂടെ വേറെ കഥയും ഇങ്ങനെ നീണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആ കൂടി ഒരു പൊറാട്ട് നാടകമായിട്ടുണ്ട് സിനിമ. എന്തായാലും സിനിമ പുഷ്പ 3 വരുന്നുണ്ട്. 3 വരുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. കണ്ടിരിക്കാൻ പറ്റും, ബോറൊന്നും ഇല്ല. പക്ഷേ കണ്ടിരിക്കുക, സിനിമ ഒരു തവണ കണ്ടിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ.